കൊണ്ടേ ചോറൊക്കെ തിന്നീനോ? സ്നാക്സ് കഴിച്ചീനോ? ഇതെന്താ മുറ്റം എങ്ങനായി കിടക്കണേ? ഇന്ന് ഇവിടെ ചൂലൊന്നും ഇട്ടില്ല തോന്നല്ലോ മുറ്റത്ത്. എൻ്റെ അമ്മ മേട് പോയി മോളെ. എൻ്റെ ഒരു കമ്മമ്മ എന്തേത്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ റബ്ബേ. ഈ പൊരയും കൂടിയൊക്കെ എന്താക്കിയിട്ടിരിക്കുക? നിങ്ങൾ എന്തെടുത്തേക്കേ ഇവിടാ? മോളെ എനിക്ക് ആവായിട്ട് കിടക്കല് തല കറങ്ങിയിട്ട് അതാ മോളെ നോവും ചെയ്യാണ്ടെന്ന്. നിങ്ങൾക്ക് എന്നും അസുഖം തന്നെയാണല്ലോ. അസുഖമുള്ള ഗുളിക എടുത്ത് കുടിക്കലാണ്. ഇപ്പം ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് വരികയാണ്. ഇനിയിപ്പോൾ എപ്പോൾ ഒരേത്തെ പണിയെടുക്കണം. എന്നെ കൊണ്ടാവൂല. മോളെ വയസ്സായില്ലേ, ആവായിട്ടാണ് ഉമ്മനെ കൊണ്ട്. എൻ്റെ മോൻ എന്തെങ്കിലും നിങ്ങൾ തിന്നാൻ കൊടുത്തീനിയോ? മോനെങ്കിൽ എന്തോ തിന്നീനിയോ? നിങ്ങൾ ഇതിനെ പട്ടിന് കിട്ടിക്ക അമ്മ. മോനെ അനക്കുമ്മ കഞ്ഞി തന്നീല്ലേ? മമ്മക്ക് തല കറക്കാം മോളെ. എൻ്റെ മാഞ്ഞാളം ചോദിക്കില്ല. യൂണിഫോം ഒന്ന് ഊരിടാണ്ട് ഇങ്ങോട്ട് വാങ്ങി. മോളെ അമ്മക്കൊരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തരും. ഇതുവരെ ഒരു വെള്ളവും കുടിച്ചില്ല. ഓ പിന്നെ എങ്ങൾക്ക് വെള്ളം എടുത്തരാൻ നിൽക്കല്ലേ ഞാൻ. മക്കൾക്ക് തന്നെ ഓൻ കൊടുത്തില്ല. പഠിച്ചോനെ തൊണ്ടയൊക്കെ വരണ്ടിട്ട് വയ്യല്ലോ. ഒരു വെള്ളം എടുത്ത് കുടിക്കാൻ എന്നെ കൊണ്ടാവുന്നില്ലല്ലോ. എന്താ നിങ്ങൾ ഇങ്ങനെ പെറുപിറുക്കുന്നത്? നിങ്ങൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ മരുവോള്? വേറെ താത്തയില്ലേ? താത്തയുടെ അടുത്തേക്ക് പോയിക്കൂടെ നിങ്ങൾക്ക്? മോളെ ഞാൻ ആടുന്ന് വന്നിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. കുറച്ച് ദിവസം ഇവിടെ നിൽക്കാണ്ട് എങ്ങനെ ഇനി ആട്ട് പോകും ഓളടുത്തേക്ക്? മാണേതാ വെള്ളം എടുത്ത് കുടിച്ചോളി. ഞാനൊന്ന് താത്തനെ വിളിച്ചു നോക്കട്ടെ. എന്തേലും ഒന്ന് തീരുമാനമാക്കണല്ലോ. ഹലോ താത്തേ. പിന്നെ ഈ തള്ളനെ കൊണ്ട് എന്നെ കൊണ്ടാവൂല കേട്ടോ. ഞാൻ വൈകുന്നേരം കോയങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ പോരൊക്കെ എന്താക്കിയിട്ടൊക്കെയാണെന്നാ. മോനിന്ന് ഇവിടെ ആക്കിയിട്ടേ ഞാൻ പോയിനെ. എല്ലാം കൂടെ വലിച്ചു വാരിയിട്ടിങ്ങനെ തല കറങ്ങണമെന്ന് പറഞ്ഞ് കെടുക്കുക രാവിലെ മുതൽ ഇതുവരെ. എന്തെങ്കിലും തീരുമാനമാക്കി നിങ്ങളൊന്നും ഇങ്ങോട്ട് വരി. അപ്പോഴത്തേ ഓള് കട്ട് ചെയ്തു. അവൾക്ക് സംസാരിക്കാൻ സമയമില്ല. അപ്പോഴത്തേ ഓള് പോയി. ഈ തള്ള എന്തേതായിരിക്കുമല്ലോ അവിടെ പോയി കാട്ടിക്കൂട്ടിയത്. ഇവിടെ എന്തേത്താ പ്രശ്നം? എനിക്കൊരു സ്വൈര്യം തരൂല. താത്ത എല്ലാവർക്കും വേണ്ടേ സ്വൈര്യം? കുറച്ച് ദിവസം ആയിട്ടുള്ളൂ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അപ്പോഴത്തേക്ക് ഇവിടെ പ്രശ്നമായോ? നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കിയാത്തേ, എന്നിട്ട് വർത്താനം പറയും. ഇന്നത്തെ എവിടെ പ്രശ്നം? ഇത് ഉമ്മ ആക്കിയല്ലോ, നിന്റെ മക്കളാക്കിയല്ലേ. ഡ്യൂട്ടിക്ക് ഒന്നും പോകുന്നില്ല. നിങ്ങൾ പൊരേ കുത്തിരിക്കല്ലേ? നിങ്ങൾക്ക് നമ്മനെ ആടെ വെച്ച് നോക്കിക്കൂടെ? മക്കളാരും പിന്നെ നീ നിന്ന് നോക്കുവോ? വിലക്കാട്ടി ചെറിയ മക്കളല്ല, തെക്കി രണ്ടെണ്ണല്ലേ. ഏതായാലും എനിക്ക് പറ്റത്തില്ല. എനിക്ക് മക്കളെ കാര്യം കുറെ നോക്കാനുണ്ട്. എന്നാ പിന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണോ? നിങ്ങളാടെ 10 ദിവസം നിർത്തും, ഇവിടെ 20 ദിവസം നിർത്തും. നോക്കല്ലാണ്ട് രക്ഷയല്ല. നമ്മൾ രണ്ടിനും പുയ്യാപ്പിളയുടെ ഉമ്മ. എന്തേത്തെ ഉമ്മ നിങ്ങൾക്ക് പ്രശ്നം? ഓള് വരുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൂടെ? എന്താ നിങ്ങൾക്ക് ഇത്ര അസുഖം? മോളെ ഇവിടുത്തെ പണിയൊക്കെ ഞാൻ തന്നെ അല്ല എടുക്കല്. എനിക്ക് ആവായിട്ടാണ് തല കറങ്ങിയിട്ട് അണ്ണാക്കില് വെള്ളവുമില്ല. പിന്നെ ഓളില്ലാത്ത കാര്യം പറയുമ്മ. ആ കൊച്ചിന് പോലും നിങ്ങളൊന്നും കൊടുത്തില്ല എന്ന് പറയുന്നുണ്ടല്ലോ. മോളെ ഓന് ഞാൻ കഞ്ഞി കൊടുത്തതാ. ഓള് ദേഷ്യം പിടിച്ച് ചോദിച്ചപ്പോൾ മോൻ അങ്ങനെ പറഞ്ഞയക്കൂ? മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് രണ്ടാക്കും വല്ലാത്ത ശല്യം തന്നെയാ. എൻ്റെ മക്കൾ രണ്ടും ഇവിടെ ഉണ്ടായിനെങ്കിൽ ഞാൻ ഈ ബുദ്ധിമുട്ടൊന്നും ആവൂലേനും. അല്ല താത്തേ, എന്നെ കൊണ്ടാവൂല കേട്ടോ ഒന്ന് നോക്കാൻ. ഞാൻ കുഴങ്ങി വരുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ കകവും കൊലായും ഒക്കെ കണ്ടിക്കണ്ട എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഞാൻ അല്ലെങ്കിൽ തന്നെ കുഴങ്ങി കണ്ട് ക്ഷീണിച്ച് അങ്ങോട്ട് കയറി വരുന്നത്. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? 10 ദിവസം അവിടെ നിന്നിട്ടല്ലേ ഇമ്മ അങ്ങോട്ട് വന്നത്. ഇനി ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ബാക്കി ദിവസങ്ങളില്ലേ? അങ്ങനെയല്ലേ നമ്മൾ വെച്ചേക്കുന്നത്. 10 ദിവസം അവിടെയും 10 ദിവസം ഇവിടെ ആയിട്ട് എവിടെയെങ്കിലും കൊണ്ട് കളയാൻ പറ്റും ഇപ്പോൾ? അല്ല താത്തേ, നിങ്ങളോട് മറന്നുപോയോ? നിങ്ങളാടെ 10 ദിവസം ഇവിടെ 20 ദിവസമാണ് നിൽക്കല്. അത് നിങ്ങളോട് മറന്നുപോയതാ? അതെന്താ 20 ദിവസം ഇവിടെ നിർത്തിയത്? ഇവിടെ 1 മാസം നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഈ വീട് സ്ഥലം നിങ്ങളുടെ പേരിൽ എഴുതി തന്നത്. നിനക്കിനി നോക്കാൻ വയ്യ, കാക്കയെ വിളിച്ച് പറ. എന്താണെന്ന് വെച്ചാൽ അവർ തീരുമാനിക്കട്ടെ. വീടും സ്ഥലവും ഞങ്ങളെ പേരിൽ എഴുതി തന്നതിന് ഏക്കറക്കണക്കിന് ഭൂമിയും പീടിയും നിങ്ങളെ പേരിലല്ലേ എഴുതി തന്നേ? ഉപ്പ മരിച്ച അന്ന് തൊട്ട് ഉമ്മ ഞങ്ങളോട് അല്ലായിരുന്നോ? ഇപ്പം ഈ കുറച്ച് കാലം കൊണ്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്താൻ തുടങ്ങിയത്. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അവിടെ അങ്ങനെ നിർത്താൻ പറ്റത്തില്ല. നീ സഹിച്ചേ പറ്റത്തുള്ളൂ. അല്ലേ കാക്കനെ വിളിച്ച് പറ. അതിന് താത്തേ, ഞങ്ങൾ ഇവിടെ ഉണ്ടായിനോ? ഞങ്ങൾ കുറച്ച് കാലം ഗൾഫിലല്ലേനോ? ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾ തന്നെ അല്ലേ എമ്മനെ നോക്കണേ? നീ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താന്ന് വെച്ചാൽ തീരുമാനം എടുക്കണം. അതാ വിളിക്കുന്നുണ്ട്. ഇതൊക്കെ ആയിട്ടില്ല നിങ്ങൾ ഈ വിളി അവിടെ രാവും പകലും. ഞാനൊന്ന് എങ്ങനെയോ കൊയങ്ങി ഇങ്ങോട്ട് വന്നാൽ മോളെ മോളെ വെള്ളം കഞ്ഞി ചോറ് എന്ന് പറഞ്ഞാൽ ഇതന്നെയാണ് ഇവിടെ എന്നും. അവിടെ അതൊക്കെ തന്നെയാണ് മോളെ. ഞാൻ പിടിക്കാം.
മോളെ മോളെ എവിടെ പോയി? വിളിച്ച് കൂവണ്ട, ഞാൻ ഇവിടെ ഉണ്ട്. ഓ ഉമ്മമ്മന്റെ മോള് വന്ന്. മോളെ ഞാൻ വിളിച്ചതേ മോനെ വിളിക്കുമ്പോൾ നിന്റെ കയ്യിൽ ഫോണ് തരാണ്ടിട്ടോ, അത് പറയാൻ വേണ്ടിയിട്ടാ വിളിച്ചേ. വാ മോളെ. കണ്ടില്ലാത്തേ ഇനിയിപ്പോൾ കാക്കനോട് എന്തോ കുസുകുസ് ചെല്ലാൻ വേണ്ടിയിട്ടാ പറയണേ. നീ വിളിച്ചു കൊടുക്കുകയേ ചെയ്ത് നമ്മളമ്മ തെറ്റിക്കാനുള്ള പരിപാടി ഉമ്മ നോക്കുന്നത്. ആകെ തന്നെയാണ്. കൊടുക്കരുത്. മോളെ മോളെന്താ സ്കൂളിൽ വന്ന് കഴിച്ചേ? ചായയും ബ്രെഡും കഴിച്ചു മമ്മ. ആണോ? മമ്മ മമ്മ ഒന്നും തിന്നില്ലല്ലോ, നമുക്ക് വിശക്കുന്നില്ലേ? അമ്മമ്മക്ക് വിശക്കുന്നൊന്നുമില്ല മോളെ. അല്ലമ്മ, നിങ്ങൾക്ക് എന്തിന്റെ കുഴപ്പാ? നിങ്ങൾക്ക് ഇപ്പോൾ ആരെ ഫോൺ വിളിക്കേണ്ടത്? നിങ്ങൾക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ നിൽക്കാൻ പറ്റൂല? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു കണ്ട് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കേണ്ടി വരൂലേ? ഇവിടുന്ന് തിന്നാൻ തരുന്നില്ല നിങ്ങൾക്ക്? കിടക്കാൻ റൂമുണ്ട്, തിന്നാൻ സാധനങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തിന്റെ കുഴപ്പമാണ്? നിങ്ങൾ എവിടെ കൊണ്ടാക്കണ്ടേ? ഇന്നേം കാക്കനെ തെറ്റിക്കാനാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കണ്ട കേട്ടോ. എടുക്കാന്ന് വെച്ചാൽ ഇറങ്ങിപ്പോയിക്കോളി. ഞാൻ തിന്നാൻ തരണോ തിന്നും കണ്ട ഒരു മൂല കുത്തിരുന്നാ പോരെ നിങ്ങൾക്ക്? ഞാൻ എൻ്റെ മക്കളെ നിങ്ങളെക്കുറിച്ച് എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു കൊടുക്കൽ നല്ലതല്ലാണ്ട്. എൻ്റെ മക്കൾ സൗണ്ട് കേട്ട് എത്ര ദിവസമായി കേൾക്കാൻ പോതി ഐറ്റങ്ങളോട് വിളിക്കുമ്പോൾ തരാൻ പറഞ്ഞത്, അല്ലാണ്ട് ഒന്നുമല്ല. നമുക്ക് പപ്പ വിളിക്കുമ്പല്ലേ ഞാൻ ഫോൺ തരാട്ടോ, നമ്മ പേടിക്കണ്ട. മോളെ ഇനി ഇന്നത്തെ രഹസ്യം പറയുന്നേ. വലിയോള് പറയുന്നിടത്ത് തൊള്ളാട്ടിക്കാണ്ട് പോയി പഠിക്ക്. ഞാൻ എങ്ങോട്ട് പോകാനാ മോളെ? എൻ്റെ മക്കളെ പോരല്ലേ ഇത്? മക്കളെടുത്തല്ലേ ഞാൻ നിൽക്കേണ്ടത്? മമ്മ ഞാൻ വേഗം പഠിച്ചു വരാട്ടോ. ആ മോള് പോയി പഠിച്ചോ. അല്ല, ഇവിടെ തിന്നലും കുടിയൊന്നുമില്ലേ? പട്ടിണി കിടക്കല? നീ ഒന്നും കൊടുക്കുന്നില്ല? ഞാൻ എന്നും രാവിലെ പോലല്ലാത്തേ. ആ പോയാൽ ഇവിടെ സ്വന്തം തന്നെ തീറ്റയും കുടിയും വെക്കലും വളമ്പലും ഒക്കെ നല്ല വെട്ടി വീങ്ങൽ തന്നെ. അല്ല മോളെ, ഞാനിപ്പോൾ പണ്ടത്തെ മാതിരിയൊക്കെ തിന്നലുണ്ടോ? തിന്നാനൊന്നും വേണ്ട എനിക്ക്. എന്തോ കഞ്ഞിൻ്റെ വെള്ളം എന്തോന്ന് കിട്ടിയാൽ മതി, അത് തന്നെ ഇപ്പം റാത്താല്. നിങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ ഇവിടെ, പിന്നെ ചെറിയ മക്കളല്ലേ ഉള്ളൂ. ഇവിടെ രാവിലെ ജോലിക്ക് പോയിട്ട് വൈകിട്ട് ക്ഷീണിച്ച് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ കണ്ടാൽ പിന്നെ അവള് പറയത്തില്ലേ? നിങ്ങളല്ലേ അത് കണ്ടൊക്കെ ഇറങ്ങി നിൽക്കേണ്ടത്? ഇവിടെ ഉള്ളത് വെച്ച് വിളമ്പി രണ്ടാളും കൂടെ കഴിക്കാൻ പിള്ളേർക്കും കൊടുക്കുക, അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നിൽക്കുക. ആരാണെങ്കിലും പറഞ്ഞോ, നിങ്ങൾ കുറച്ചൊന്നും അടങ്ങി പ്രായമായെന്നുള്ള തോന്നലുണ്ടാവും. ഏതായാലും ഞാൻ വീട്ടിലേക്ക് പോകും. കണ്ണുള്ളോർക്കൊന്നും കണ്ണിൻ കാഴ്ചകളറിയൂല, കരളിമ്പ പെറ്റുമാനെ വാങ്ങാനൊക്കൂല. കണ്ണുള്ളോർക്കൊന്നും കണ്ണിൻ കാഴ്ചകളറി. മോളെ ഇനി എൻ്റെ ഉമ്മമ്മനോടൊന്നും ഇങ്ങോട്ട് വരാൻ പറയാം, മീനൊന്ന് മുറിച്ച് തരാൻ പറയും. ഉമ്മച്ചിക്ക് പണി തീരുന്നില്ല, വേണം ചെല്ലി. അമ്മ മമ്മ തള്ളക്കാർ കടന്നാൽ മതിയല്ലോ. ഇവിടെ മനുഷ്യൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് വന്ന് ഇവിടുത്തോ എടുക്കണം. ഒരു നേരം മനുഷ്യനൊരു ഒഴിവില്ല. നേരെ അന്ത്യായതൊന്നും ഓർമ്മയില്ലായിരിക്കും. മമ്മ എന്താ മോളെ? മമ്മനെ ഉമ്മച്ചി വിളിക്കുന്നുണ്ട്. എന്തിനാ മോളെ അമ്മച്ചി വിളിക്കുന്നത്? അവിടെ മീൻ വെട്ടാണ്ടെന്നെന്തോ പറഞ്ഞിട്ട്. ആ അമ്മ മാട്ടി വരട്ടോ, മോളെ നടക്ക്. മോളെ ഇനി എന്തിനാ എന്നെ വിളിച്ചേ? ഞാൻ വിളിച്ചത് നിങ്ങൾക്ക് ഓർമ്മല്ലേ? ഇവിടെ അന്ത്യ അയക്കുക, അവിടെ മക്കൾക്ക് എന്തോ തിന്നാൻ കൊടുക്കണോ? ആ മീനൊന്ന് മുറിച്ച് തരി. ആ മോളെ ഞാൻ ഇപ്പം മുറിച്ചുതരാം. മോളെ ഇത് കൂട്ടാൻ വെക്കാനാണോ അല്ലെങ്കിൽ പൊരിക്കാനോ? അത് പൊരിക്കുകയും വേണോ കൂട്ടാൻ വെക്കുകയും വേണോ? വേഗം നോക്കിയൂടി, ഞാൻ മക്കളെ പഠിപ്പിച്ച് വരാം. ആ മോളെ ഞാൻ ചെയ്തോളാം. മോള് പോയി മക്കളെ പഠിപ്പിച്ചോ. നിങ്ങൾ എന്തെടുത്തേക്ക് ഇതുവരെ ആയില്ലേ? മക്കളൊക്കെ കിടന്നുറങ്ങാനായി. മോളെ കൂട്ടാൻ വെക്ക, ഇത് മുറിച്ച് പൊരിക്ക. ഇത് ആർക്കാ മാതിരി മുളകും പൊടിയൊക്കെ ഇട്ടുണ്ടാക്കിയേ? ഇത് കുറച്ച് മുളകും പൊടി ഇട്ടിയുള്ളൂ മോളെ. മക്കൾക്ക് തിന്നണ്ടിയാണ്. അത് പൊരിക്കുകയും കൂടി ചെയ്താൽ മതി മോളെ. ഞാൻ കറിയും മീൻ പൊരിക്കുകയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടോ. ഞാനൊന്ന് കിടക്കട്ടെ, തല കറങ്ങുന്നുണ്ട്. നിങ്ങൾ തിന്നുമ്പോൾ എന്നെ വിളിക്കാണ്ടിട്ടോ. അല്ലെങ്കിൽ 24 മണിക്കൂർ ഇങ്ങനെ കടത്തം തന്നെ അല്ലേ? ഇപ്പൊ ഒരു പ്രത്യേക പറച്ചില്. ചോറൊക്കെ തിന്ന് കഴിഞ്ഞതല്ലേ, ഞാൻ പോയി ഇങ്ങോട്ട് കിടന്നുറങ്ങിക്കോളി. ഇവിടെ ആരും ചോറിനാന്ന് വിളിച്ചില്ലല്ലോ. നേരെ എത്ര അയക്കല്ലോ. അല്ലാ
മക്കളെ ഏറ്റൊക്കെ കെടുത്തിയോ? ഇവിടെ എല്ലാവരും കിടന്നു. എനിക്കാണെ പള്ളയിലും പൈക്കും എല്ലാം പഠിച്ചവനൊന്നും ഉച്ചക്കേ ഓൻ തിന്നാത്തതാ. അല്ല, ചെമ്പിലൊന്നും ഇല്ലേ? ഒക്കെ തീർന്നു. ശരിയാവില്ലാന്ന് തോന്നുന്നാൻ. ഒരു തുള്ളി വെള്ളമില്ല. രാവിലെ മുതൽ ഒരു പച്ച വെള്ളം കുടിച്ചില്ല. മോളെ മോളെ എന്താണ് ഉറങ്ങാനും സ്വൈര്യം തരൂലല്ലോ? രാവിലെ എണീക്കണ്ടേ എനിക്ക്? എന്തേനു മോളെ ചോറൊന്നുമില്ലേ? ചെമ്പിലൊന്നും കാണില്ലല്ലോ. എനിക്ക് പള്ളേ പൈക്കുണ്ട്. എന്തെങ്കിലും എടുത്തുണ്ടാ? ഓട് വാ. നിങ്ങൾ തിന്നാണ്ടായി പോയി കിടന്നീനെ? ഞാൻ പാത്രമൊക്കെ മോറി വെച്ച്. ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇത്രയും നേരം അടുക്കളയിൽ ഉണ്ടായപ്പോൾ നിങ്ങൾ തിന്നേയും കുടിക്കൊക്കെ കഴിഞ്ഞിട്ട് പോയി കിടന്നതാണ്. ഞാൻ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോഴല്ലേ മോളെ നിങ്ങൾ തിന്നും പെന്നെ വിളിക്കണം എന്ന് പറഞ്ഞേ. വല്ലാത്തൊരു ശല്യം തന്നെ മോളെ. ഞാൻ കുറേ ഗുളിക കുടിക്കുന്നതല്ലേ. രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചില്ലല്ലോ. കുറച്ച് കഞ്ഞിവെള്ളം തന്നെയെങ്കിലും കൊണ്ടാ മോളെ. രാത്രി ഉറങ്ങാൻ പോലും സമയക്കില്ല. ഇങ്ങോട്ട് പോരും ഇങ്ങോട്ട്. ഇത് കുടിച്ചോളി. പോരുമ്പോ ലൈറ്റൊക്കെ കെടുത്തി പോരണേ. കഞ്ഞി മാത്രം അങ്ങനെ കുടിച്ച ഉമ്മാനെ വേണം, ഉടനെ തഴുകിടും വ്യതമാറും, ഉലകിൽ ചിറകുയർത്തി പാറും. എത്ര ഉമ്മമാരതിന്ന് പള്ളിക്കാടിറങ്ങി, എത്ര മക്കളോട് ചെന്ന് ഉള്ളു നൊന്ത് വിങ്ങി. ജീവനും മോനെന്തായത് വരെയായിട്ട് എണീക്കാത്ത? ഇതൊക്കെ സൗണ്ട് ഉണ്ടാക്കണ്ടല്ലോ. മമ്മ മമ്മ എന്താ മോളെ? നേരം വെളുത്ത്. നമുക്ക് ആവുന്നില്ല മോളെ. മമ്മ ചായ കുടിക്കാൻ എണീക്ക്. നമുക്ക് വയ്യ മോളെ. എണീക്ക്, ചായ കുടിച്ചിട്ട് ഉറങ്ങാം. നമുക്ക് തീരെ സുഖമില്ല മോളെ. മമ്മ ഒന്നും തിന്നില്ലല്ലോ. മമ്മക്ക് ഞാൻ ചായ തരാം. വാ എണീക്ക്. മച്ചേ, മമ്മക്ക് തീരെ വയ്യ. ഇനിയിപ്പോ ഞാൻ വന്ന് എണീപ്പിക്കണോ? അങ്ങ് എണീച്ചൂടാൻ പറയ്. ഇത്ര നേരമായിട്ട് എണീച്ചില്ലേ? നേരം 9 മണിയായി. മച്ചേ, മമ്മക്ക് തീരെ വയ്യ. നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? എന്തമ്മക്ക് സുഖേട്? ആഴ്ചയിൽ സുഖേട്. എന്നെ കൊണ്ടാവില്ല ഈ ആഴ്ചയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടെടുക്കാൻ. നിങ്ങൾ താത്തൻ്റെ അടുത്തേക്ക് പോയിക്കോളി. മോളെ 2-3 ദിവസമായിട്ട് എനിക്ക് ഒട്ടും വയ്യ മോളെ. തീരെ എണീക്കാനൊന്നും പറ്റായിട്ട് എണീക്കാത്ത. അല്ല ഇവിടുത്തെ പണിയൊക്കെ ഞാനല്ല മോളെ എടുക്കൽ. തീരെ വയ്യ മോളെ. നിങ്ങൾ ഇതേത് അവിടെ പണിയെടുക്കൽ? ഇവിടെ മല മറക്കലാണല്ലോ നിങ്ങളിപ്പോൾ താത്തൻ്റെ അടുക്ക് പോയിക്കളി. താത്തനെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. താത്ത കൂട്ടാൻ വന്നോളൂ. ആ ഡ്രസ്സൊക്കെ എടുത്തേക്ക്, ഞാൻ കവർ എടുത്തു തരാം. ഇതാ പുറത്ത് നിങ്ങൾ ആറിയിട്ട ഡ്രസ്സ് ഇതിലുണ്ട്. ബാക്കിയില്ലൊക്കെ എടുത്തിട്ടോളി. ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് ഛർദ്ദിക്കാൻ വേണ്ടി പുറത്ത് പോയാൽ പോരെ? മക്കളൊക്കെ കൈയ്യേക്കുന്ന ആത്തുള്ള വാഷ് ബേസിലാണ് ഛർദ്ദിക്കുന്നത്. ബാത്റൂമിൽ എന്തെങ്കിലും പോയാൽ പോരെ? വല്ലാത്തൊരു കോളുണ്ട് ഇത്. ഛർദ്ദിക്കുമ്പോൾ പുറത്തൊക്കെ ഒന്നും മണ്ടാൻ ലാവതില്ലായിട്ടാ മുളയിൽ വന്ന് ഛർദ്ദിച്ച് മെൽത്താവണ്ടെന്ന് വിചാരിച്ചിട്ടാ. മമ്മ ഞങ്ങൾ റൂമിലേക്ക് ആക്കിത്തരും. ഞാൻ പപ്പ വിളിക്കുമ്പോ പറയാട്ടോ. അമ്മച്ചി ചീത്ത പറയുന്നൊക്കെ. മോളെ പപ്പനോട് അതൊന്നും പറയരുതിട്ടോ. അമ്മച്ചി ചീത്ത പറയുന്നതൊന്നും. പപ്പ വിളിക്കുമ്പോൾ മോള് നമുക്ക് ഫോണ് തന്നാൽ മതി കേട്ടോ. അമ്മ വന്ന് പോവാണോ? എനിക്ക് വിഷമാവോ? ഉമ്മ മൂത്തന്നാട് പോയാൽ വേഗം വരും കേട്ടോ. നോവിന്റെ മാറിൽ മോഹത്തിൻ കബറും ഞാനിന്നടക്കി പിരി
മോളും ഉമ്മമ്മയും കൂടെ ഇപ്പൊ കഥ പറയാ, മോങ്ങി കുത്തിരിക്കുക. എണീച്ചൂടിയായിട്ട് താത്തപ്പ ഇവിടെ എത്തു. ഉമ്മച്ചി മാമനെ പറഞ്ഞു വിടണ്ട. ഉമ്മമ്മനെ പറഞ്ഞു വിടണ്ടാന്നോ? ഓട്ടോറിക്ഷ വന്നിക്കണ. നഞ്ഞി ഇവിടെ നിന്ന് നോക്കിക്കോ. നിങ്ങളെ മൂത്ത മരിയൊക്കെ തീരും നേരല്ല. നിങ്ങളൊന്ന് ഇവിടെ നാട്ട് കൊണ്ടുപോകാന് ഓട്ടോറിക്ഷ വിട്ടിക്കണ അതാക്കണ. അത്രക്കുണ്ട് നിങ്ങളെ മൂത്ത മരുമോളൊക്കെ സ്നേഹം. ഇവിടെ കടന്ന് കാണിക്കുമ്പോൾ ഒന്നും ആടുന്ന് കാണിക്കാൻ നിൽക്കണ്ട കേട്ടോ. നാളെ തന്നെ ഒരു ഇങ്ങോട്ട് പറഞ്ഞേക്കോ. ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട കേട്ടോ. എടുക്കാന്ന് വെച്ചാൽ പൊയ്ക്ക് വേണ്ടേ. മോളെ മോളെ ഇവിടെ ആരുമില്ലേ മോളെ? ആ ഉമ്മി ഉമ്മാമ വന്നാണ്. എനിക്ക് ഇൽസം തുറന്നുണ്ടാ? അടിക്ക് ഉമ്മി വരട്ടെ. ഇവിടെ ഇനി എന്താ ഗേച്ചർ നടക്കാത്ത പറ്റൂല. ഉമ്മ അതുവരെ അവിടെ നിൽക്കുക. മാമ അങ്ങോട്ട് കയറി. മാമ ഒന്നും പറയുന്നേ നോക്കണം. ആഹാ അവിടെ നിന്ന് ഇറക്കി വിട്ടോ. ഇങ്ങോട്ട് വരുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. മര്യാദക്ക് ഞാൻ പറഞ്ഞ കേട്ട് വല്ലതും കുടിച്ചിവിടെ നിന്നോണം. കണ്ണുള്ളോർക്കൊന്നും കണ്ണിൻ കാഴ്ചകളറിയൂല. മാമ അതിൻ്റെ ഉള്ളിൽ കിടന്നോളി. കരളിമ്പ പെറ്റുമാനേ അല്ലേ AC റൂമിൽ കിടക്കാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്? നിങ്ങളുടെ ആര് പറഞ്ഞു ഇതിനകത്ത് കൊണ്ട് കയറ്റേ? അപ്പുറത്തെ റൂമിലങ്ങനെ കൊണ്ടുവെക്ക്. കവർ ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. മോനെ ഉമ്മക്ക് തൽക്കാലം എടുത്തരും. തൽക്കാലം ഞാൻ ഉമ്മീനോട് ചോദിക്കട്ടെ. ഉമ്മി ആ ബെഡുമ്പോൾ തൽക്കാണി പൊതുപ്പൊന്നുമില്ലല്ലോ. അതിന്റെ അലമാരുടെ മേലെ ഒരു പഴയ തലങ്ങളുണ്ട്, അതെടുത്ത് കൊടുത്താള്. അതൊക്കെ മതി. മാമ തൽക്കാലത്ത് ഇത് അഡ്ജസ്റ്റ് ചെയ്യും. എല്ലാം സഹിക്കാനും അമ്മാമ രാവിലെ കുടിച്ചിയോ? രാവിലെ കുറേ ഛർദിച്ചു മാമ. അപ്പൊ മേമ ഇവിടേക്ക് വരാനുള്ള വണ്ടി വന്നിക്കുന്ന പറഞ്ഞോണ്ട് ഓ കുടിക്കാൻ നിന്നില്ല. ഞാൻ അപ്പൊ വരെ. ഉമ്മി ഉമ്മ രാവിലെ ചായ ഒന്നും കുടിച്ച് എന്തേലും കടിക്കി. ആ നിക്ക്, ഞാനേ ചായ ഇട്ടത് ഉണ്ട്, അതെടുത്ത് കൊടുക്ക്. ഇത് കൊടുക്കും മോനെ. ഉമ്മി ചായന്റെ കടിയൊന്നുമില്ല? അതൊന്നുമില്ല, ഇതുകൊണ്ട് കൊടുക്ക് നീ. ഉമ്മാമ അതാ ചായ. കടിയൊന്നുമില്ല മോനെ. ഉമ്മയൊന്നും തന്നിയില്ല. ഇതെന്നാ ഇവിടുത്തെ അവസ്ഥ? പഠിച്ചോനെ ഉമ്മീന്റെ അടുത്ത് എന്താ കിട്ടുന്ന വെച്ച വായി നിന്ന് എവിടെയും കിടന്നോളി. പെറ്റുമാനേ മോളെ, ശംന മോളെ. ഈ തള്ള എന്താ ഒരു സ്വൈര്യം തരാത്ത? എന്തിനാണ് ഇപ്പൊ വിളിച്ചോണ്ടിരിക്കുന്നത്? അവളെ വിളിച്ചിട്ട് വരുന്നില്ലല്ലോ. ഗുളിക കുടിക്കാണ്ട് തലാണെ കറങ്ങുന്നു. അടുക്കളയിൽ പോയോക്കട്ടെ എന്തോ തിന്നാണ്ടോ. വിശന്നിട്ട് കണ്ണും കാണില്ല. ഇദ്ദേഹത്തെ പഠിച്ചോനെ അടുക്കളയിൽ പൂച്ച എല്ലാം കേറിയോ? ഇത് ഇവിടുത്തെ തള്ളപ്പൂച്ചയാണോ? ഓ നിങ്ങൾ നല്ല ആളാണല്ലോ. ചോദിക്കുമെന്ന് വേണ്ടേ? കട്ടി തിന്നാനും തുടങ്ങിയോ? മോളെ എന്നെ ഞാൻ കുറേ വിളിച്ചിനു. നീ വിളിച്ചിട്ട് കേക്കായിട്ടാ എന്നെ ബുദ്ധിമുട്ടാക്കണ്ട വിചാരിച്ചിട്ട് വന്ന് ചോറെടുത്തതാ. ഓ ഞാൻ വിളി കേട്ടില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ അടുക്കളയിലേക്ക് വന്നെങ്കിൽ എടുത്ത് തിന്നലാണോ? അല്ല മോളെ, ഇതിൻ്റെ മോൻ്റെ പുരല്ലേ. മോൻ്റെ പുരയെന്ന് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യണോ? ഒരു ഉമ്മക്ക് എടുത്ത് തിന്നാൻ? വിശന്നിട്ട് എടുത്ത് തിന്നാൻ നോക്കിയതാ മോളെ. ഉള്ള മീനെല്ലാം കോരി ഇടുകയാണോ? ചാറും കൂട്ടി കഴിച്ചാ മതി. അത് ഇത്രയും ചാറില്ലേ? ഉപ്പേരും കൂട്ടി കഴിക്കി. മീൻ കൂട്ടി തിന്നത്തുള്ളൂ നിങ്ങള്? മോളെ, മീൻ തന്നില്ലെങ്കിലും വേണ്ടില്ല, നേരത്തിന് എന്തെങ്കിലും തിന്നാൻ തന്നാൽ മതി. വിശപ്പ് മാറിയാൽ മതി. 3 നേരം 4 നേരം ചോറുണ്ടണ്ട. ഏതായാലും ഒരു നേരം തിന്നാ മതി. നിങ്ങൾക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാം ഉള്ളതല്ലേ? 24 മണിക്കൂർ നിങ്ങൾക്ക് ചോറുണ്ടോ? മോളെ, എപ്പോഴങ്ങൾക്ക് ചോറ് തരില്ലേ? ഞങ്ങൾ തരുന്നതൊക്കെ നിങ്ങൾ തിന്നാ മതി. വിളിക്കുന്നത് ഞാൻ ഫോൺ എടുക്കട്ടെ. മോളെ, ഫോണൊന്ന് വിളിക്കും മിക്കൊന്ന് തരുമോ? നിങ്ങൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കാനപ്പോ? മോനോട് ഒന്ന് വർത്താൻ പറയാം. നിങ്ങൾ ഒന്നും പറയാൻ നിക്കണ്ട, ഞാൻ പോയി ഫോൺ എടുക്കട്ടെ. മോന്റെ സൗണ്ട് കേൾക്കണ്ട സൗണ്ട്. സ്വന്തം മക്കളോട് പോലും വർത്താനം പറയാൻ വാങ്ങാനൊക്കൂല. കണ്ണുള്ളോർക്കൊന്നും കണ്ണിൻ കാഴ്ചകൾ. ഇന്നിവിടെ സുഖിച്ചിരിക്കുമായിരിക്കും. അടിച്ചുവാരി തുടയ്ക്കാനൊക്കെ ഉണ്ട് ഇവിടെ. ഇതാ ഒന്ന് അടിച്ചുവാരിക്കോളി. അടിച്ചുവാരി ഫുള്ളൊന്ന് തുടയ്ക്കണം. ഇങ്ങനെ അവിടെ ഇരിക്കുക, തിന്നുക, ഇരിക്കുക, അല്ലെങ്കിൽ കിടക്കുക. ഇത് തന്നെയല്ലേ പണി? എഴുന്നേറ്റൂടി അവിടുന്ന്. എല്ലാം സഹിക്കാനും മക്കളെ സൗണ്ട് എല്ലാം സഹിക്കാനും മനസ്സുറപ്പുള്ളോര് ഉമ്മ മധുരക്കനിയാണ്. മനസ്സുറപ്പുള്ളോര് ഉമ്മ
മധുര കനിയാണ്